പനിയാണ്. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് ബാസായിട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് കഥയിലേക്ക് പോകാം. ദാമ്പത്യം. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 84. ഹർഷേട്ടൻ. ഏട്ടൻ എന്താ ഇവിടെ? കാണാനൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് വാർഡൻ വന്നു പറഞ്ഞപ്പോൾ അത് ഹർഷനായിരിക്കുമെന്ന് അനാമിക ഒട്ടുമേ നനച്ചില്ല. അവൾ റൂഹിയായിരുന്നു പ്രതീക്ഷിച്ചത്. താനൊന്ന് പുറത്തേക്ക് വരുമോ? എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ ഗൗരവത്തിൽ നിന്നും തന്നെ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് അവൾക്ക് ഏകദേശം ഊഹമുണ്ടായിരുന്നു. ഞാൻ വരാം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ? അനാമിക അവനോട് അനുവാദം ചോദിച്ചതിന് ശേഷം സ്വന്തം മുറിയിലേക്കുള്ള പടികൾ ധൃതിയിൽ കയറി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സും മാറി തിരികെ അവൻ്റെ അരികിലേക്ക് തന്നെ ചെന്നു പെണ്ണ്. പോകാം. ഗേറ്റിങ്ങിലേക്ക് നടക്കുന്നവൻ്റെ പിറകെ അവളും നടന്നു. ഹർഷൻ്റെ ആ നടത്തം അവസാനിച്ചത് വീടിനരികിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പബ്ലിക് പാർക്കിൽ തന്നെയായിരുന്നു. ഇരിക്ക്. സിമന്റ് ബെഞ്ചുകളിൽ ഒന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് അവൻ അനാമികയോട് നിർദ്ദേശിച്ചു. അവൾ ഇരുന്നെന്ന് കണ്ടതും അതേ ബെഞ്ചിൽ ഇത്തിരി അകന്നു മാറി അവനും ഇരുന്നു. അനാമികയുടെ ഓഫീസ് ഇവിടെ നിന്ന് 1 മണിക്കൂർ ഡിസ്റ്റൻസിലല്ലേ ഉള്ളത്? ചോദിക്കാനുള്ള കാര്യം നേരെ തന്നെ അവൻ ചോദിച്ചു. ആ, അതേ എന്നുള്ള രീതിയിൽ പെണ്ണ് തലകുലിക്ക് സമ്മതിച്ചു. പിന്നെന്താ ഇവിടെയുള്ള ഈ ലേഡീസ് ഹോസ്റ്റൽ തന്നെ തിരഞ്ഞെടുത്തത്? പതിവില്ലാത്ത രീതിയിലുള്ള ഗൗരവമായിരുന്നു ഹർഷൻ്റെ മുഖത്തപ്പോൾ. അത് പിന്നെ തുറന്നു പറയുവാൻ അവൾക്ക് എന്തുകൊണ്ടോ ഒരു മടി തോന്നി. ജീനയെന്നും കണ്ടുകൊണ്ടിരിക്കാനല്ലേ? അവളുടെ മനസ്സ് വായിച്ചെന്നുള്ള രീതിയിൽ ഹർഷനൊട്ടൊരു പുച്ഛത്തോടെ കൂടി തിരക്കി. അവൻ പറഞ്ഞത് സത്യമായതുകൊണ്ട് മാത്രം അനാമിക ഒന്നും സംസാരിച്ചില്ല. പകരം ഉത്തരം ഒരു മൂളലിൽ ഒതുക്കി. എങ്കിൽ ഇനി അത് വേണ്ട. ഓഫീസിനടുത്തുള്ള ഏതെങ്കിലും PGയിലേക്ക് മാറാൻ നോക്ക്. ഹർഷൻ നിർദാക്ഷണ്യെ അവളോട് പറഞ്ഞു. അത് ഞാൻ. അവൻ്റെ മുൻപിൽ അനാമികയൊന്നും പരിങ്ങി. ഇനി ഇതിൻ്റെ പേരിലൊരു ടോക്ക് വേണ്ട അനാമികയെ. ജീനയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. ഒരു വിഷപ്പാമ്പിനെ വീട്ടിലിരുത്തി പാലും പഴവും കൊടുത്ത് വളർത്താൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്തവണ ഹർഷൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. ഒഴിവാക്കിയോ? അപ്പോൾ ജീന വീട്ടിൽ നിന്ന് പോയോ? എങ്ങോട്ട്? അവളിൽ പൊടുന്നേരെ ഒരു ഞെട്ടലുണ്ടായി. അറിയില്ല, ഇന്നലെ രാത്രി തന്നെ ഇറങ്ങിപ്പോയി. ഇനി അവളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഹർഷൻ്റെ വാക്കുകൾ ഒട്ടൊരു വേദനയോടുകൂടിയാണ് അനാമിക കേട്ടുകൊണ്ടിരുന്നത്. ജീന ഒരു കൊള്ളരുതാത്തവളാണ്. കൂടെ നിന്ന് ചതിക്കുന്നവളാണ്. കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവളാണ്. ഒന്നിനു പോലും മടിക്കാത്തവളാണ്. എല്ലാം അറിയാം. എന്നാലും അവളെ വെറുക്കാനോ മറക്കുവാനോ തന്നെ കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. അനാമികെ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? തൊട്ടരികിൽ നിന്നുള്ള ഹർഷൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. ആ, കേൾക്കുന്നുണ്ട്. മുഖം കുനിച്ചുകൊണ്ട് മെല്ലെ അവൾ പറഞ്ഞു. നിന്നെയും നിന്റെ വീട്ടുകാരെയും ചതിച്ചിട്ട് പോയതാണ് അവളെ തിരഞ്ഞു നടക്കേണ്ട കാര്യം നിനക്കില്ല അനാമികെ. അത് ചിലപ്പോൾ നിന്റെ ഭാവിക്ക് തന്നെ ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്ക്. അർഹതയില്ലാത്തവർക്ക് വേണ്ടി വെറുതെ സങ്കടപ്പെടാനോ കരയുവാനോ നിൽക്കരുത്. അവസാനമായി അത്രയും പറഞ്ഞുകൊണ്ട് ഹർഷൻ അവളുടെ മുൻപിൽ നിന്നും എഴുന്നേറ്റു. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയിട്ട് ചെക്കൻ കരുതലോടെ അവളോട് പറഞ്ഞു. ആ. മൂളി സമ്മതിച്ചിട്ട് ഹോസ്റ്റലിൻ്റെ നേർക്ക് നടക്കുമ്പോൾ ജീനയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി ഇത് തുറക്കേണ്ടി വരില്ലല്ലോ. ഹോസ്റ്റലിൽ ചെന്ന് അകത്തേക്ക് കയറിയതും മുറിയിലെ തുറന്നു കിടക്കുന്ന ജനൽപ്പാളികൾ എന്നേക്കുമായി അവൾ കൊട്ടിയടച്ചു. നോക്കി, നീലു ആൻറ്റിയുടെ വയറ് വലുതായി മുത്തശ്ശി. ഇതിപ്പോൾ 5-ാം മാസം ആയതുകൊണ്ട് തന്നെ നീലിമയുടെ വയറിത്തിരി പുറത്തേക്ക് ഉന്തിയിറങ്ങി വന്നിരുന്നു. ആണല്ലോ തത്തേ? അവളെ മടിയിലേക്ക് പിടിച്ചിരുത്തിയവർ. എന്നിട്ട് അടുത്തിരിക്കുന്ന നീലിമയുടെ ഉദരത്തിന് മുകളിൽ അവളുടെ കുഞ്ഞി കൈകൊണ്ട് തൊടുവിച്ചു കൊടുത്തു. കുഞ്ഞാവേം വലുതായി കാണും ലേ മുത്തശ്ശി? നീലിമയുടെ വീർത്തിരിക്കുന്ന വയറിലേക്ക് നോക്കി കുഞ്ഞിപ്പെണ്ണിന് വീണ്ടും സംശയം. ആയിക്കാണുമല്ലോ. അവളുടെ കൊഞ്ചലോടെയുള്ള സംസാരം കേട്ടിട്ട് നീലിമയാണ് അവൾക്കുള്ള മറുപടി നൽകിയത്. ഇനി എത്ര നാളും കൂടെ ഞാനിങ്ങനെ നോക്കിയിരിക്കണം?
ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നുള്ളതുപോലെ അവൾ പരാതി പറഞ്ഞു. ഇനിയും 4 മാസം കൂടെ. വലത്തെ കൈയിലെ വിരലുകൾ കാട്ടിക്കൊണ്ട് നീലിമ അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഷോ, ഒന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. പെണ്ണിൻ്റെ ചുണ്ടുകൾ എന്നത്തെയും പോലെ അക്ഷമയോടെ കൂർത്തു. മോളെ, നീ വല്ലതും സമയത്തിനെടുത്ത് കഴിക്കണേ. ഒന്നാമത് ഛർദിലൊഴിഞ്ഞിട്ട് നേരെയില്ല നിനക്ക്. ആ സംസാരത്തിനിടയിലും നീലിമയെ കരുതലോടെ ശകാരിക്കുവാൻ രാധമ്മ മറന്നില്ല. ഞാൻ കഴിക്കുന്നുണ്ടമ്മേ. നീലിമ അവരെ നോക്കി ചിരിച്ചു. നീലു, നീ ഇത് പിടിച്ചേ, എന്നിട്ട് ചൂടോടെ കുടിക്കാൻ നോക്ക്. അപ്പോഴേക്കും അങ്ങോട്ടേക്കെത്തിയ ദേവിക ഒരു ഗ്ലാസ് ചൂടുപാല് അവളുടെ കയ്യിലേക്ക് പിടിപ്പിച്ചിരുന്നു. എടി, ഇത്തിരി മുമ്പല്ലേടി ഞാൻ ചോറുണ്ടത്. എങ്ങനെയാ ഞാനിതിപ്പോൾ കുടിക്കുന്നേ? കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി അവൾ മുഖം ചൊളിച്ചു. ഉണ്ട ചോറൊക്കെ എങ്ങോട്ടേക്ക് പോയിന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ട് പൊന്നുമോൾ ഇത് വേഗം കുടിച്ചിട്ട് ഗ്ലാസ് തിരിച്ചു തരാൻ നോക്ക്. ദേവിക കട്ടായം പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ നീലിമ ഗ്ലാസ്സിലുള്ള പാല് മെല്ലെ കുടിക്കുവാൻ തുടങ്ങി. നീലുവാൻറ്റി, നീലുവാൻറ്റി, എൻ്റെ അമ്മയുടെ വയറ്റിലേ എപ്പോഴാ ഇതുപോലെ കുഞ്ഞാവ് വരണത്? പൊടുന്നനെയുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ സംസാരം കേട്ടതും നീലിമയ്ക്ക് ചിരി പൊട്ടി. അതിപ്പോൾ നിൻ്റെ അമ്മയോട് തന്നെ ചോദിക്കേണ്ടി വരും, അല്ലാതെ എനിക്കറിയില്ല എൻ്റെ കുഞ്ഞേ. ചമ്മലോടെ നിൽക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി നീലിമ ചിരിയോടെ ഡയലോഗ് അടിച്ചതും ദേവിക പെട്ടെന്ന് തന്നെ തിരിഞ്ഞ അടുക്കളയിലേക്ക് ഓടിപ്പോയിരുന്നു. ഇതിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. പക്ഷേ ഈ സംസാരത്തിനെല്ലാം സാക്ഷിയായിരുന്ന ആദി തൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹത്തെപ്പറ്റി കുലങ്കുഷിതമായി ചിന്തിക്കുകയായിരുന്നപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ദിവ്യയുടെ കാലിൻ്റെ സ്ഥിതി പതിയെ ഭേദപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റ് കൃത്യമായി വീട്ടിൽ വന്ന് എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കാലിപ്പോൾ അധികം ഭാരം കൊടുക്കാതെ നിലത്ത് കുത്തുവാനും ആരുടെയെങ്കിലും സപ്പോർട്ടോടു കൂടി പതിയെ പിടിച്ചു നിൽക്കുവാനും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. മാഡം ഇനിയൊന്ന് തനിയെ നടക്കാൻ ശ്രമിക്കുമോ? ദിവ്യ വോക്കറിൽ പിടിച്ച് മുറിയിലൂടെ നടക്കുന്നതിനിടയിൽ പനച്ച് ചെന്ന് ചോദിച്ചു. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും നാളുകളോ ആരെങ്കിലും പിടിച്ചിട്ടോ വോക്കറിൻ്റെ സഹായത്തോടു കൂടിയോ മാത്രമാണ് 2-3 അടി മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തന്നെ. ഇതിപ്പോൾ അതും കൂടി ഇല്ലെങ്കിൽ നടക്കുന്ന കാര്യം വളരെ കഷ്ടത്തിലാവും. മാഡം ഒന്ന് ശ്രമിച്ചു നോക്കൂ, പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. ഫിസിയോതെറാപ്പിസ്റ്റ് കടുത്ത നിർദ്ദേശം ഉള്ളതുകൊണ്ട് വനജ അവളെ സ്വയം നടത്തിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഒരിടത്ത് നിന്നിട്ട് ആദ്യ ഇടത്തെ കാലിൽ ശരീരഭാരം ഊന്നിയവൾ. പിന്നീട് മുൻപിലിരിക്കുന്ന വോക്കർ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു ദിവ്യ. സർജറി കഴിഞ്ഞ് കമ്പിയിട്ട വലത്തുകാല് ഒരടി മുന്നോട്ടേക്ക് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. കരണ്ടടിക്കുന്ന തരത്തിലുള്ള വേദനയായിരുന്നു അവൾക്ക് പൊടുന്നനെ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാറ്റിവെച്ചിരിക്കുന്ന വോക്കറിന് മുകളിൽ അവളുടെ ഇടത്തെ കൈ പൊടുന്നനെ മുറുകി. പറ്റുന്നില്ല വനജേ. ദിവ്യയുടെ മുഖം കടുത്ത വേദനയാൽ ഒന്ന് ചുളിഞ്ഞു. സാരമില്ല മാഡം, കസേരയിൽ ഇരുന്നോളൂ, നമുക്കിനി നാളെ നോക്കാം. വാക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്നതെങ്കിലും ദിവ്യയെ വനജയും കൂടി പിടിച്ചിട്ടാണ് കസേരയിൽ കൊണ്ടുവന്ന് നിർത്തിയത്. വനജയെ. അപ്പോഴാണ് അവളുടെ പേരും വിളിച്ചുകൊണ്ട് ദേവൻ ആ മുറിയിലേക്ക് കയറി ചെന്നത്. എന്താണ് സാർ? ദിവ്യയുടെ വലത്തെ കാല് എടുത്ത് ഡോർമാറ്റിന് മുകളിലേക്ക് മെല്ലെ വെക്കുന്നതിനിടയിൽ അവൾ വിളി കേട്ടു. എന്തെങ്കിലും ടാബ്ലറ്റ്സ് വാങ്ങാൻ പെൻഡിങ് ഉണ്ടോ? ദിവ്യ എന്നൊരാൾ അവിടെ ഇരിപ്പുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ ദേവൻ വനജയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് ചോദിച്ചത്. ഇല്ല സാർ, ഒരാഴ്ചത്തേക്കുള്ള എല്ലാം ഉണ്ട്. ദേവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൾ മറുപടി നൽകി. അമ്മയ്ക്കോ? അവൻ വീണ്ടും തിരക്കി. അമ്മയുടേത് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം സാറേ. നെബുലൈസേഷൻ മെഡിസിൻ ഇനി 2 ദിവസത്തേക്ക് കൂടിയേ ഉള്ളൂ എന്നാ തോന്നുന്നേ. അതും പറഞ്ഞുകൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങിയതും ആ മുറിയിൽ ദേവനും ദിവ്യയും മാത്രമായി. ദേവേട്ടാ. ദിവ്യയെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു നീങ്ങിയ ദേവനെ അവള് പിന്നിൽ നിന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. പകരം വാതിൽക്കൽ അങ്ങനെ തന്നെ നിന്നു. എന്നോടൊന്ന് ക്ഷമിക്കോ? ദിവ്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് കവിഞ്ഞൊഴുകി. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ ഒരിക്കലും പറ്റില്ല ദിവ്യേ. കാരണം നീ എന്നോടും എൻ്റെ മകനോടും ചെയ്തത് ഒരിക്കലും എനിക്ക് പുറത്തു തരാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാക്ക് തരാം.
കുഞ്ഞിൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രം നിനക്കിവിടെ കഴിയാം. അതുകൊണ്ട് മാത്രം ഇനി ഒരിക്കലും ദേവൻ്റെ ഭാര്യയായി നീ ഇവിടെ വാഴില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കി നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി ദിവ്യയപ്പോൾ. ഈ കൊരുപ്പിന് കിടക്കാറായില്ലേ? മണി 9 കഴിഞ്ഞിട്ടും മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന തത്തമ്മയെ കണ്ട് ആദ്യ തലയിൽ കൈവച്ചിരുന്നു പോയി. പുട്ടിന് പീര പോലെ അവൾക്ക് കൂട്ടിന് ഫ്രൂട്ടിയും ഉണ്ട്. 24 മണിക്കൂർ ഇവള് തന്നെ ചോദിക്കും, എൻ്റെ അമ്മയുടെ വയറ്റിലെന്താ കുഞ്ഞാവ ഉണ്ടാത്തേന്ന്. എന്നിട്ടോ ഉണ്ടാക്കാനുള്ള സമയം ഇവളോട്ട് തരത്തുമില്ല. നേരെ ചെന്ന് കുഞ്ഞിനെ എടുത്ത് ഒക്കത്തേക്ക് വെച്ചവൻ, എൻ്റെ വാവയ്ക്കൊക്കം വരുന്നില്ലേടി? ആ ഉണ്ട കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചെക്കൻ അവളെ പുന്നാരിച്ചു. ഇല്ല ചേ. പതിവ് പോലെ തന്നെ അവളുടെ കുഞ്ഞിച്ചൊടികൾ പുറത്തേക്ക് നീണ്ടു വന്നു. അതെന്താ എൻ്റെ പൊന്നാവയ്ക്ക് ഉറക്കം വരാത്തേ? അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു. അറിഞ്ഞോടാ അച്ഛേ. അവൻ്റെ മടിയിലാണ് ഇരുന്നതെങ്കിലും പെണ്ണിൻ്റെ നോട്ടം ബെഡിലേക്ക് ചാടിക്കയറുന്ന പപ്പിക്കുട്ടിയുടെ നേർക്കായിരുന്നു. വാവേ, നാളെ നിനക്ക് സ്കൂളുള്ളതല്ലേ, നേരത്തെ കിടന്നുറങ്ങരുതോ കുഞ്ഞേ? അവൻ അവസാനമായി കുഞ്ഞിപ്പെണ്ണിനോട് കെഞ്ചി. എന്നാ അച്ഛാ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? അവൾ കൈക്കൂലി ചോദിച്ചു. പിന്നെ എപ്പോൾ വാങ്ങിത്തന്നെന്ന് ചോദിച്ചാൽ പോരെ? അവനിലും സന്തോഷം നിറഞ്ഞു. എന്നാ പോവാം. അവൾ ഉടനെ തന്നെ ആദിയുടെ മടിയിൽ നിന്നും തറയിലേക്ക് ചാടിയിറങ്ങി. ഇപ്പോഴോ? അവളുടെ സംസാരം കേട്ടതും ചെക്കൻ കണ്ണു മിഴിച്ചിരുന്നു പോയി. ആ ഇപ്പോൾ തന്നെ ബാച്ചേ, പോവാം. അവൾ വാശി കാട്ടി. ഇപ്പോൾ വേണ്ട മോളെ, പുറത്തപ്പിടി തണുപ്പാ. ഈ തണുപ്പത്ത് ഐസ്ക്രീം കൂടി കഴിച്ചാൽ നിന്റെ അമ്മ നമ്മളെ രണ്ടിടത്ത് തോട്ടിക്കളയും. അവനുള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അതൊന്നും സാരില്ല അച്ഛേ, നമുക്ക് അമ്മയോട് വന്നിട്ട് പറയാന്നേ. കുഞ്ഞിപ്പെണ്ണ് അവന് ധൈര്യം പകർന്നു കൊടുത്തു. എന്നാലും വേണ്ട പൊന്നെ, നിനക്ക് വല്ല പനിയും പിടിച്ചാ അമ്മയ്ക്കത് സങ്കടാവും. തത്തമ്മയെ അടക്കുവാൻ അവൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി. വേണം അച്ഛേ, വേണം. അവൾ തിലത്ത് നിന്ന് 2 ചാട്ടം ചാടി. എന്നാലും എൻ്റെ കുഞ്ഞിന് വയ്യാതാവില്ലേ? അവൻ പിന്നെയും ആലോചിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അച്ചക്കിപ്പോൾ എന്നോട് ഒട്ടും ഇഷ്ടമല്ല, അതല്ലേ വാങ്ങിത്തരാത്തെ? എന്തുകൊണ്ടോ എന്തോ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ഒരൊറ്റ ഡയലോഗിൽ ചെക്കൻ മൂക്കും കുത്തി വീണു. തത്തമ്മയൊന്ന് കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിയിട്ട് വണ്ടിയുടെ ചാവിയും എടുത്ത് മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിൻ്റെ പിന്നാലെ വിജയീഭാവത്തിൽ അവളും നടന്നു. അവർക്ക് പിന്നിലായി തുള്ളിക്കൊണ്ട് പപ്പിയും. എങ്ങോട്ടാ ആദി ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട്? ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നവരെ നോക്കി അവിടെ സെറ്റിയിലായിരുന്ന വിശ്വം സംശയത്തോടെ ചോദിച്ചു. ഇപ്പോൾ വരാ അച്ഛേ. അവിടെ എവിടെയോ ദേവികയുടെ സാന്നിധ്യം മനസ്സിലായതും അവൻ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഒന്നും മടിച്ചു. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടി കഴിഞ്ഞിരുന്നു. അവളുടെ മടിയിലായി ഞാനും വരുന്നെന്ന മട്ടിൽ ഫ്രൂട്ടിയും. അവരുടെ വണ്ടി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നത് ദേവിക കണ്ടിരുന്നു. ഇടയ്ക്കിടെ ഇത് പതിവായതുകൊണ്ട് മാത്രം അവൾക്കതിൽ വലിയ കാര്യമൊന്നും തോന്നിയില്ല താനും. പാർലറിൽ പോയി കുഞ്ഞിനെ ഐസ്ക്രീമും കഴിപ്പിച്ച് കൂട്ടത്തിൽ ഫ്രൂട്ടിയെയും ഊട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഏകദേശം മണി 10:30 കഴിഞ്ഞിരുന്നു. കുഞ്ഞി, ഇതിനാ പോയെന്ന് നിൻ്റെ അമ്മ ചോദിച്ചാൽ പറയല്ലേ, എൻ്റെ ആപ്പീസ് പൂട്ടുന്ന പണിയാടി. മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനിടയിൽ ആദ്യ തത്തമ്മയെ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചു. ഞാൻ പറയൂല, അച്ഛ പറയാതിരുന്നാൽ മതി. അവൻ പറയുമ്പോൾ എല്ലാം പെണ്ണിൻ്റെ മറുപടി ഇത് മാത്രമായിരുന്നു. ആയിക്കോട്ടെ. തത്തയും കൊണ്ട് മുറിയിൽ കയറി ചെന്നവൻ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ദേവികയാണ്. അവൾ ഉറങ്ങിപ്പോയിരുന്നു. മോള് പോയി കിടന്നോ കേട്ടോ. തത്തയെ ബാത്റൂമിൽ കൊണ്ടുപോയി കൈയും കാലും മുഖവും കഴിപ്പിച്ചതിന് ശേഷം ബെഡിലേക്ക് കയറ്റി കിടത്തി. 2 വട്ടം തട്ടിക്കൊടുത്തപ്പോഴേക്കും കുഞ്ഞു ഉറങ്ങിത്തുടങ്ങിയിരുന്നു. ദേവികയെ ഉണർത്താതെ തന്നെ അവനും അവൾക്കരികിലേക്ക് കയറി കിടന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെ അടി പെണ്ണേ? അവളെ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ പൂട്ടുന്നതിനിടയിൽ പെണ്ണിൻ്റെ നെറുകയിൽ ആദി ഒട്ടൊരു വാത്സല്യത്തോടെ മുത്തം കൊടുത്തു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. വായിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ബൈ ബൈ.